അവിടേക്ക് ചെല്ലാതെ എങ്ങനെ അച്ഛനെയും അമ്മയും കണ്ട വിശേഷങ്ങൾ അറിയിക്കും? അറിയിക്കാൻ ചെന്നപ്പോ കിട്ടിയ സ്വീകരണം കണ്ടില്ലേ? വിനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി താൻ അന്ന് കാര്യമൊക്കെ എടുക്കണോ? അതങ്ങ് വിട്ടുകളയ. എനിക്ക് അങ്ങനെ മറക്കാനാവില്ല സർ. സാറിനെ അവർ അപമാനിച്ചപ്പോ ഞാൻ അവിടെ നിന്ന് ഉരുകായിരുന്നു. ഞാനായിട്ട് അത് രൂക്ഷമാക്കണ്ടെന്ന് കരുതിയ മിണ്ടാതെ നിന്നത്. പലവട്ടം വിനയുടെ ചെകിടടിച്ച് കൊടുക്കാൻ എനിക്ക് തോന്നിയതാ. അവൻ ഒരുതരം കോംപ്ലക്സാ. പ്രഭാവതി അമ്മ എന്നെ അതിര് കടന്ന് സ്നേഹിക്കുന്നത് അവന് തീരെ ഇഷ്ടമല്ല. അവന് കൊടുക്കാനുള്ള സ്നേഹം അമ്മ എനിക്ക് പങ്കിട്ട് തരുന്നു അവന്റെ ചിന്ത. അത് കുട്ടിക്കാലം മുതൽക്കേ തന്നെ അവനുണ്ട്. അതുകൊണ്ട് അവസരം കിട്ടുമ്പോഴൊക്കെ അവൻ അവന്റെ ആ അമർഷം എന്നോട് പ്രകടിപ്പിക്കും. അതത്രേ ഉള്ളൂ. ഇതിനു മുമ്പും ഇതുപോലെ പലതും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതൊന്നും കണക്കിലെടുക്കാറില്ല. ശരി, പക്ഷേ അവൻ അതിരുവിട്ട് സാറിനെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് പ്രഭാവതി അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്നിട്ടും അമ്മ എന്താ ഇടപെടാതിരുന്നത്? അവനെ ഒന്ന് നിലയ്ക്ക് നിർത്താഞ്ഞത്? ശരി ആരുടെ ഭാഗത്താന്ന് അറിയാത്തത് കൊണ്ടാണ് മൗനം പാലിച്ചതെന്നാണല്ലോ അമ്മയുടെ നിലപാട്. എല്ലാം കണ്ടിട്ടും അമ്മ മിണ്ടാതെ നിന്നപ്പോ എനിക്കും വിഷമം തോന്നി. പിന്നെ ചിന്തിച്ചപ്പോ മനസ്സിലായി, അവനെ പിണക്കണ്ടെന്ന് കരുതിയാവും അമ്മ ആരുടെയും പക്ഷം ചേരാതിരുന്നത്. സാറേ, സാറിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എല്ലാവരോടും ക്ഷമിക്കാനുള്ള സാറിന്റെ ഈ ശേഷി അത് സമ്മതിക്കാത്ത തരമില്ല. ശത്രുതയും വിരോധവും കൊണ്ട് നമ്മൾ ജീവിതത്തിൽ എന്താണ് നേടുന്നത് പറയൂ? ഒന്നുമില്ല. മറ്റുള്ളവരോട് തോന്നുന്ന ശത്രുത കൊണ്ട് അവനവന്റെ മനസ്സിന്റെ സ്വസ്ഥത നശിപ്പിക്കാം. അത്രേ ഉള്ളൂ. പക്ഷേ സാറിനെ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ശരി, ഇന്നവിടെ നമ്മൾ അനുഭവിച്ചത് കടുത്ത അപമാനം തന്നെയാ. അത് സാറിനും അറിയാം. പക്ഷെ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് സാർ അത് ഉള്ളിൽ ഒതുക്കുന്നു. സാർ, അമ്മയെ സ്നേഹിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. അമ്മയെ സ്നേഹിക്കണം. ദേവമ്മയ്ക്ക് പകരമായിട്ട് നിന്ന് സാറിനെ വളർത്തി വലുതാക്കിയതിന്റെ നന്ദി അത് സാറിന് എപ്പോഴും അമ്മയോടുണ്ടാവണം. പക്ഷേ അമ്മ അവസരം കണ്ട് പെരുമാറുമ്പോൾ അത് തിരിച്ചറിയാനും സാറിന് സാധിക്കണം. ഏതായാലും ഞാൻ ഗർഭിണിയായത് അമ്മയ്ക്കും വിനയ്ക്കും തീരെ ഇഷ്ടമായിട്ടില്ല. അത് വ്യക്തമാണ്. പാർവതി, നീ എന്താ ഈ പറയുന്നേ? നീ ഗർഭിണിയായത് വിനയ്ക്ക് ചിലപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവില്ല. പക്ഷേ അമ്മ ഒരിക്കലും അങ്ങനെ കരുതില്ല. നീ വെറുതെ അമ്മയെ തെറ്റിദ്ധരിക്കല്ലേ പാർവതി. അമ്മയെ കുറ്റപ്പെടുത്തരുത്. സർ, ഞാൻ എനിക്ക് അനുഭവപ്പെട്ടത് പറഞ്ഞു. ഇനി സാറൊന്ന് ചിന്തിച്ചു നോക്കാം. അമ്മയെ കൊന്ന ആ സ്ത്രീയെ സാർ അന്ധമായിട്ട് വിശ്വസിക്കുന്നത്. ഉദയനൂരമ്മേ, എത്രയും പെട്ടെന്ന് എല്ലാ സത്യങ്ങളും സാറിന്റെ കണ്ണിൽ തെളിയിക്കണേ. പാർവതി.